ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. 19 റൺസ് എടുക്കെ 5 വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. രണ്ടാം ഇന്നിംഗ്സിൽ 193 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ടീം ഇന്ത്യ. ആദ്യ ഇന്നിംഗ്സിലെ പോലെ പാർട്ണർഷിപ്പ് പടുത്തുയർത്താൻ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് സാധിച്ചില്ല. തുടക്കത്തിൽ തന്നെ 1 റൺസ് പോലും എടുക്കാതെ ഡക്കിന് ജയ്സ്വാൾ പുറത്തായി. പിന്നീട് ദേവദത്ത് പടിക്കലും KL രാഹുലും കുറച്ചെങ്കിലും പിടിച്ചു നിന്നു. 35 റൺസ് എടുത്ത് KL രാഹുലും 44 റൺസ് എടുത്ത് ദേവദത്ത് പടിക്കലും മറങ്ങി. ക്യാപ്റ്റൻ ഗില്ലാവട്ടെ രണ്ടക്കം പോലും കാണാതെ പുറത്തായി. പിന്നീടിറങ്ങിയ ഋഷഭ് പന്താണ് ഇന്ത്യയെ 193 എന്ന ടാർഗറ്റിലേക്ക് എത്തിച്ചത്. 69 പന്തിൽ 8 ഫോറും 2 സിക്സും ഉൾപ്പെടെ 66 റൺസാണ് ഋഷഭ് പന്ത് നേടിയത്. അവസാന നിമിഷം 19 റൺസ് എടുക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് നഷ്ടമായത് 5 വിക്കറ്റുകളാണ്. പന്തിന് ശേഷം ബാറ്റിംഗ് ചെയ്ത ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജ, മനോജ് സുധർ എന്നിവരാരും രണ്ടക്കം പോലും കടന്നില്ല എന്നത് വിഷമകരമായ ഒരു കാര്യമാണ്. ശ്രീലങ്കയുടെ അസിത ഫെർണാണ്ടോയും പ്രഭത് ജയ്സൂര്യയും ചേർന്നാണ് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ തളച്ചത്. അസിത ഫെർണാണ്ടോ 4 വിക്കറ്റുകളും ജയ്സൂര്യ 3 വിക്കറ്റുകളുമാണ് നേടിയത്. എന്തായാലും ആദ്യ ഇന്നിംഗ്സിലെ മികച്ച ബാറ്റിംഗിലൂടെ ഇന്ത്യ 371 റൺസ് എന്ന ടോട്ടൽ നേടിയെടുത്തിരിക്കുന്നു. 372 റൺസാണ് ശ്രീലങ്കയുടെ ടാർഗറ്റ്. ആദ്യ ഇന്നിംഗ്സിലെ ഇന്ത്യയുടെ ബോളിംഗ് മികവ് അതേപോലെ തന്നെ രണ്ടാം ഇന്നിംഗ്സിലും കാഴ്ചവെക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വിജയം അനായാസം തന്നെ.